Hello Hello guys, guys, what's welcome back. up? ഹൃദയപൂർവം directed by സത്യനന്ദിക്കാട്. ഓ കിട്ടി അത്. എന്നാവോ നിക്ക അറിയ പോലുമില്ല. എനിക്കറിയാം ഓനെ അറിയാൻ ഞാൻ നോക്കിയാ. സത്യനന്ദിക്കാട് മോഹൻലാല് ഒരു ആ ടിപ്പിക്കൽ പടം, നല്ല ഒരു ഞാൻ ഫീൽ ഭയങ്കരമായിട്ട് ഗുഡ് പടത്തില്. കേറി പോയി അതങ്ങനെ കേറിക്കല് മനസ്സിലാ. പടമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി പോയി. എന്ത് അങ്ങനെ ഉണ്ടായിന അങ്ങനത്തെ അങ്ങനെ ഉണ്ടായി. നല്ല ഇമോഷണലി പിടിക്കുന്ന സംഭവം ഉണ്ടായി. ഇമോഷണൽ ഉണ്ട് ആ സ്റ്റേജ് വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം. അധികം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, നമുക്കൊന്നും ഇതില്ല അല്ലേ, ഒന്നുമില്ല. ഒരു ഫീൽ ഗുഡ്, പ്യുവർ ഫീൽ ഗുഡ്. ഗസ്റ്റ് റോൾ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വരുന്നുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ആള് ആന്റണി പെരുമ്പാവൂർ. പിന്നെ അണ്ണ ഉണ്ടാവും. ഇല്ലാതെ നമ്മളങ്ങനെ ഓർത്തിട്ടേ ഇല്ല പുള്ളിനെ കുറിച്ച്. പക്ഷെ പെട്ടെന്ന് പുള്ളി വന്നങ്ങനെ 2 സീനില് പുള്ളി ഉണ്ട്. അത് മെയിൻ പവർ പടം അങ്ങനെ ഇല്ല, അതില്ല. അത് എമ്പുരാന്, അത് എമ്പുരാനില് മാത്രം. ഫാൻ ബോയ്, നമ്മ ഒരു ആന്റണി പെരുമ്പാവൂർ ഫാൻ ബോയ് അങ്ങനെ. ബാക്കി രസമുണ്ട്. എല്ലാ പാട്ടൊന്നും രസമില്ല. എനിക്ക് അങ്ങനെ തോന്നി. പാടായിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആയി. ഞാൻ ഇപ്പൊ കിട്ടിയ വാക്കാ ബ്ലെൻഡ്. എന്റെ പറഞ്ഞാൽ അറിയില്ലേ, എന്നാ ജ്യൂസിലടിക്കും പറയില്ലേ ബ്ലെൻഡ് ആയി. പിന്നെ പറ. പായസം ഇല്ലാത്തോണ്ട് കൊണയുണ്ടാവില്ല. പായസം ഇടക്ക് നിന്ന് ഇറങ്ങിപ്പോയി. തിരക്ക് എന്തോ ഭയങ്കര ഒരു ബിസിനസ് കാര്യമായിട്ട് പായസം അങ്ങ് മുങ്ങിപ്പോയിട്ട് വേറെ ആരുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടായോണ്ട് അവര് വിളിച്ചപാടും പായസം ഒന്നുമില്ല. ഇത് സിനിമ എന്ന് നല്ലതാണോ ഇല്ലയാന്നോ, ഹിക്കാച്ചി ഫാനായോണ്ട് മുങ്ങി. അങ്ങനെ എല്ലാത്തിലൊക്കെ തന്നെ പറയല്ലേ. ഏതോ ഒരാളെ അല്ലെ ഹെയ്റ്റർ ആയോണ്ട്, മോഹൻലാൽ ഹെയ്റ്റർ ആയോണ്ട് പായസം. അതുകൊണ്ട് ഇല്ലാത്തവരെ പറയുന്നത് മോശം. ഇല്ല അങ്ങനെയല്ല, ശരിയാണ്. ശരിക്കും അങ്ങനെയാണ്, ഹെയ്റ്റർ ആണ്. അപ്പൊ അങ്ങനെ പായസം മുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ പായസനും നല്ല പടം. ഇടക്കിടക്ക് ഇങ്ങനെ പറയും, ക്രിഞ്ചാന്നെല്ലാം പറയാറുണ്ട്. ഒരു നീലക്കളർ ആൾട്ടോ ആണ് ഇപ്പം പോയത്. അടുത്തിയാ മതിയിരുന്നല്ലേ, വീട്ടിലെത്തിയാ മതിയിരുന്നു. പറ എന്താണ്. അതന്നെ എനിക്ക് പറയാനില്ല. അതാണ് പടം ഭയങ്കര ഈ സമയത്ത് കറക്റ്റ് ആണ് ഫാമിലി ആയിട്ട്. അതല്ല ഈ ഓഡിയൻസ് അതായിരിക്കൂലേ ഈ ഫാമിലി ഓണായോണ്ട്. ഓണം. പക്ഷെ ഓണം തൂക്കിയത് ലോക. അത് കൺഫ്യൂഷൻ ഇല്ല. അങ്ങനെ ഒരു പടം, പവർ പടം. പക്ഷെ ഇതാവുമ്പോ ഇങ്ങനെ വെറുതെ കണ്ടിരിക്കാം, മനസ്സിലാ. നല്ല രസം. സാധാരണ ഒരു പടം, അതൊരു മോഹൻലാൽ അങ്ങനൊന്നും ഇല്ല അല്ലെ. സാധാ അങ്ങനെ ഭയങ്കര രസം. മോഹൻലാൽ ഉണ്ടായതുകൊണ്ട് മോഹൻലാലിന്റെ ഒരു സ്പെഷ്യൽ സംഭവം ഇല്ല. സാധാരണ മറ്റേ മോഹൻലാലും വരുമ്പോ നമുക്ക് എൻട്രിയില് കൈയടിക്കാൻ തോന്നൂലേ. പക്ഷെ ഇത് അങ്ങനല്ലേ അല്ലെ, കൈയടിയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ അല്ല, ഒരു സാധാ മനുഷ്യൻ നില്ലരി. അങ്ങനെ തന്നെ ക്യാരക്ടറും ആ ക്യാരക്ടർ സാധാ മനുഷ്യൻ, സാധാരണക്കാരൻ അങ്ങനല്ലേ. എനിക്ക് അങ്ങനെ പറയാം. പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര എക്സ്ട്രാ എനിക്ക് കണക്ട് ആയി പടം. അത്രേ പറയാനില്ലെങ്കിൽ എനിക്ക് ഫുൾ കോമഡി ആണ്, ചിരിക്കാൻ. സന്ദീപ് ചങ്ങായി ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു മോഹൻലാലിന്റെ ഒരു ഒപ്പരം നിൽക്കുന്ന ഒരാള്, നല്ലൊരു രസമുണ്ട്. ചെറിയൊരു റോള് ഇതില് ഫുള്ളുണ്ട്. പുള്ളിയുടെ ഒപ്പരം നിൽക്കുന്ന ഒരു അസിസ്റ്റന്റ് അല്ല, എന്നാലും ആ ലെവലില് നമ്മിങ്ങനെ അല്ലെ എപ്പോഴും ഉണ്ടാവും. ഒരു നേഴ്സായിട്ടാ വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഒപ്പരം നിൽക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല അല്ലെ, അത്രയില്ലോ. നല്ല പടം. ഓണത്തിന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു. മറ്റേതൊരു ആ ഒരു തരത്തില് പവർ പടം. ഇതൊരു അപ്പൊ അത്രയില്ലോ. ഫായിസിന്റെ ഡയലോഗ് വരുന്ന പോലെ കാണാത്തവര് പോയി കാണുക, കാണുന്നവര് പോയി കാണുക അല്ലേ.